ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമല്ലേ? ഇന്ന് എൻ്റെ ഗുഡ് മോർണിംഗ് ഒരു വല്ലാത്ത ഗുഡ് മോർണിംഗ്, ഒരു ഉച്ചയായ ഗുഡ് മോർണിംഗ് ആണ്. ഉച്ചയോട് അടുക്കുന്ന ഒരു ഗുഡ് മോർണിംഗ് ആണ്. എല്ലാം പനിയുടേതൊക്കെ ഒരു അസ്വസ്ഥത കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് രാവിലത്തെ പരിപാടി, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക, അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണുക. ആ കണ്ട ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം പനിയുടെ ഇതുകൊണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണമല്ലോ എന്നതുകൊണ്ട് പെട്ടെന്ന് അടുക്കളയിലോട്ട് പോയി. ഇനി നമുക്ക് അടുക്കളയിൽ ചെന്നിട്ട് കാണാം. അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അതായിരിക്കുന്ന കുറച്ച് കറിവേപ്പില കുറേ ദിവസമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പനിയുടേതൊക്കെ ഒരു കുറച്ചൊക്കെ ഉണ്ട്. അപ്പം ഇയാളെടുക്കാൻ ഇച്ചിരി മറന്നുപോയി. അപ്പം അതിനെ ഒന്ന് ശരിയാക്കണം. കറിവേപ്പില മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഈ കറിവേപ്പില നല്ലതായിട്ട് കഴുകി ഇതിനെ ഞാൻ കുറേ നാളത്തേക്ക് എങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നു നിങ്ങളെ കാണിക്കാം കേട്ടോ. കഴുകിയപ്പോൾ എന്തും വേണ്ടി അഴിക്കാൻ നോക്ക്. അതിനത് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഞാൻ നല്ലതായിട്ട് കഴുകി കുറേ വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകി മാറ്റി വെച്ചു. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്നതിന് ശേഷം ഇനി ഞാനെങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നു നിങ്ങൾക്കൂടെ പ്രയോജനപ്പെടട്ടെ. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നിങ്ങളെ കാണിക്കാം എന്നാണല്ലോ എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിനകത്ത് ആ കറിവേപ്പില ഒന്ന് വെള്ളമൊക്കെ വരുന്നതിന് ശേഷം അതിൻ്റെയൊക്കെ ഇലയൊക്കെ ഒന്ന് മാറ്റുക. അതിനകത്തുള്ള വല്ല പുഴുവോ പാറ്റയോ അതൊക്കെ ഉണ്ടോ ചിലന്തിയൊക്കെ എടുത്തൊന്ന് കളയുക. കഴുകി കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാലും അതിന് മുമ്പേ എടുത്ത് മാറ്റിയാൽ നല്ലത്. പിന്നെ ഞാനിതിനെന്തെങ്കിലും ഒരു പാൻ എടുത്ത് വെച്ചു. പാനിലേക്ക് കുറച്ച് ഈ കറിവേപ്പിലയൊക്കെ ഒന്ന് വാരിയിട്ടു. പാനൊന്ന് ചൂടാക്കി കറിവേപ്പില അതിനകത്ത് കിടന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പം നമ്മുടെ കറിവേപ്പില എല്ലാം ഉണ്ടാവും. ഒന്ന് കളറൊക്കെ ഒന്ന് മാറും. നിങ്ങൾ കളറ് മാറുമ്പം കേൾക്കില്ല, അയ്യോ ഇതെന്ത് കറിവേപ്പിലാന്ന് മനസ്സിൽ വിചാരിക്കും. എന്നോട് ചോദിക്കില്ല, നിങ്ങളാരും കമൻറ്റ് ഇടാറില്ലല്ലോ, എന്നോട് ചോദിക്കില്ല. എന്നാലും നമ്മുടെ കറിവേപ്പിലയല്ലേ, കളറ് മാറിയാലും ഗുണം അതൊക്കെ തന്നെ അല്ലേ എന്നതുകൊണ്ട് കളറൊക്കെ മാറി വരുമ്പോൾ അതിനൊന്ന് എടുത്ത് പാനിനടുത്ത് ചൂടൊക്കെ ആറാൻ വെച്ചതിന് ശേഷം നമ്മളതൊരു കുപ്പിയിലോട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കുറേ നാൾ നിങ്ങൾക്ക് ഈ കറിവേപ്പില കിട്ടാത്തവർക്ക്, കിട്ടുന്നവർ പച്ച തന്നെ ഉപയോഗിച്ചു കേട്ടോ, സൂക്ഷിച്ച് വെക്കാൻ. അതുപോലുള്ള വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇച്ചിരി പഴയത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് മാറ്റി വെച്ച കറിവേപ്പില നിങ്ങളിപ്പോൾ കണ്ടേ. പിന്നെ ഉച്ചക്കലത് വയറിലെ വിളി, വിശപ്പ്, പിന്നെ പെട്ടെന്നൊരു പപ്പടത്തിൻ്റെ കൂട്ടാനുണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഒരു പാനൊക്കെ എടുത്ത് അടുപ്പ് വെച്ചു. കുറച്ച് കടുകിട്ടു, എന്താ പറയുന്നത് കറുവപ്പട്ട, ഇല, എന്താ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള സാമഗ്രി എല്ലാം അതിനകത്തോടെ ഇട്ടു. കണ്ട് കാണില്ല നിങ്ങൾ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് കുറച്ച് ആ പാനിലോട്ടിട്ടു. ആ പാനിനകത്ത് കിടന്നൊന്ന് അതിൻ്റെ കളർ മാറുമ്പം അതിൻ്റെ ഒരു ചെറിയ രൂപഭാവങ്ങളൊക്കെ മാറുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഉള്ളി ചോപ്പറിനകത്തിട്ട് ആ ചോപ്പറിനകത്ത് നിന്ന് ആ ഉള്ളി എടുത്ത് ഇതിനകത്തോട്ടിട്ടു. അപ്പം അത് ഇട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ടാണ്. കാരണം കുറേ നേരം കിച്ചണിൽ നിൽക്കാൻ വയ്യ, പനിയുടെ ഒരു ഇതൊക്കെ അകത്തുള്ളത് കൊണ്ടൊരു വല്ലാത്ത ഫീലിംഗാണ്. അപ്പം ഞാൻ പിന്നീട് കുറച്ച് തൈരെടുത്ത് 2-3 ടേബിൾ സ്പൂൺ തൈരെടുത്തു. അതിനകത്ത് 1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഇട്ടോ കേട്ടോ. ഇവിടെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ശകലം, അതേപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് കലക്കി വെച്ചു. വെള്ളമൊന്നും ഒഴിക്കണ്ട, കലക്കി വെച്ചു. നമ്മൾ ആ തൈരൊക്കെ വെച്ച് മിശ്രിതമല്ലേ അത് അതിനകത്തൂടെ യോജിപ്പിക്കുക. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഉള്ളിവായിട്ടതിനകത്തൂടെ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാല ഇടുക, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് യോജിപ്പിച്ച് അടച്ച് വെക്കുക. എന്നിട്ട് അതൊന്ന് വെള്ളം വറ്റുന്നത് വരെ, ഒന്ന് കുറുകുന്നത് വരെ നമുക്ക് വെക്കാം. കണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഇത് കുറച്ച് പപ്പടം വറുത്ത് അത് പൊടിച്ചെടുക്കുക. പൊടിച്ച് നമ്മൾ ഈ കൂട്ടാനിലേക്ക് ഈ പപ്പടത്തിന് വെച്ചിരിക്കുന്ന നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഉള്ളിയുടെയൊക്കെ ഇടുക. പപ്പടം വറുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്നല്ലേ. അപ്പോൾ അതിനകത്തോട്ട് യോജിപ്പിക്കുക. അപ്പം
നമ്മുടെ പപ്പട കൂട്ടാൻ വറക്കുകയോ വറക്കാതെയോ ചിലവർ വറക്കാതല്ല തവപ്പുറത്ത് വെച്ചിട്ട് ചെയ്യാറുമുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുക. കുറച്ച് മല്ലിയില ഒരു രസത്തിന് വേണ്ടിയിട്ട്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലി. ഈ പപ്പടത്തിൻ്റെ സബ്ജി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം വീണ്ടും കാണും വരെയും ബായ്.